നോർവീജിയൻ മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഹെല്ലെ ലിങ് മോദിയെ അപമാനിക്കാൻ ശ്രമിച്ചു. അതിന് മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വലിയ ചർച്ചയാവുകയാണ്. ഈ നോർവേ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് ഏറ്റവും അധികം മതമാറ്റത്തിന് ഉൾപ്പെടെ പണം വരുന്നത് എന്നുള്ളൊരു നെറേറ്റീവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ബന്ധം വന്നു നിൽക്കുന്നത് തമിഴ്നാടുമായി ചേർന്നുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യങ്ങളും സൂചനകളും ഒക്കെ വരുന്നുണ്ട്. അത് വാസ്തവമാണോ? അത് ഈ കണക്ഷൻസ് ഇപ്പം പ്രജിത പറഞ്ഞതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ മതി. നോർവേ, തമിഴ്നാട്, ജോർജ് സോറോസ്, ഇതെല്ലാം കൂടെ ചേർത്ത് മതം മാറ്റം, ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് വ്യക്തമാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്തിനാണ് അപമാനിച്ചെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ യൂറോപ്പിന്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഈ പറയുന്ന ഇപ്പൊ നമ്മുടെ കണ്ണിപ്പോലും പെടാത്ത ഒരു എന്തായാലും പറയുന്ന വെറും കീടരാജ്യം, കൊച്ചു രാജ്യം, ഒരു ചെറിയ രാജ്യം, 56 ലക്ഷം ജനങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു രാജ്യം, ഇന്ത്യ പോലെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ 140 കോടിയിലധികം ആളുകൾ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ലോകത്തിന്റെ 3ാമത്തെ സാമ്പത്തിക ശക്തിയുമായിട്ട് വളരാൻ പോകുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന രീതിയിലല്ലേ അവിടെ കാണിച്ചത്? അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ചെയ്യാമായിരുന്നു അല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി അവര് ക്ഷണിച്ചിട്ടായിരിക്കുമല്ലോ പോയിരിക്കുന്നത്. അല്ലാതെ അങ്ങോട്ട് അദ്ദേഹം വലിഞ്ഞു കയറി ചെന്നൊന്നുമല്ല. പോകുന്ന വഴിക്ക് യൂറോപ്പിന്റെ ഈ മൂലയ്ക്ക് കിടക്കുന്ന സ്ഥലത്തൂടൊക്കെ ഒന്ന് പോയിച്ചു വരാമെന്ന് വിചാരിച്ചൊന്നും പോയതല്ല അദ്ദേഹം. ഔദ്യോഗികമായിട്ട് ക്ഷണം കിട്ടിയിട്ട് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പോയിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും അടുത്ത് അദ്ദേഹം അവിടെ പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നോർവേയിൽ ചെന്നതാണ്. അവിടെ ചില ബിസിനസ് രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ എന്താണ് നമ്മൾ കാണുന്നത്? നമ്മളിപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മൾ പ്രധാനമന്ത്രിയെ ബോധപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് മറ്റ് നിരീക്ഷകന്മാർ വിലയിരുത്തുന്നത് തന്നെയാണ്. ആ മാധ്യമപ്രവർത്തകരുടെ വേഷം കിട്ടിയ ആളാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഹെലെ ലിങ് എന്നാണ് അവരുടെ പേര് അല്ലെ? അതാണ് പ്രതിനിധി സൂചിപ്പിച്ചത്. ഹെലെ ലിങ് എന്താണ് പ്രധാനമന്ത്രിയോട് അവർക്ക് എനിക്ക് തോന്നുന്നു എക്സ് അക്കൗണ്ടിൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന 800 ഫോളോവേഴ്സ് മാത്രമാണ് ഉണ്ടായത്. പക്ഷെ ഈ ഒരു സംഭവത്തോടു കൂടി അത് ഏതാണ്ട് 35,000 അത്രയെങ്ങാണ്ടൊക്കെ ആയി എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന കണക്കുകൾ. ഏതാണ്ട് കഴിഞ്ഞ 2024-25 ഏപ്രിൽ 10-നാണ് അവരുടെ ലാസ്റ്റ് പോസ്റ്റ്. ഇതുവരെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റുകളും ഇട്ടിട്ടില്ല. പക്ഷേ അവർ ഈ ഒരു സാഹചര്യത്തിൽ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നു. അവർ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നു. അതിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നു. മോദിക്ക് ഉത്തരം മുട്ടി എന്നുള്ള രീതിയിലുള്ള നറേറ്റീവുകൾ വരുന്നു. സംശയകരമല്ലേ സർ? സംശയമല്ലെന്ന് ഇതിപ്പോ പറഞ്ഞില്ലേ എങ്ങാണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ലോകത്തിന്റെ ഏതോ മൂലയിൽ കിടന്ന രാജ്യത്തെ ആരും അറിയാതെ കിടന്ന ഒരു ജേർണലിസ്റ്റ് സ്വയം പ്രഖ്യാപിച്ചു. നമ്മൾ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം KSRTC ബസ് കയറിയിട്ട് അതിന്റെ ചില്ല് തല്ലിപ്പൊട്ടിച്ചു. സ്റ്റോപ്പ് ഇല്ലാത്തിടത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞ് ചില്ല് തട്ടിപ്പൊട്ടിച്ച ശേഷം അവസാനം എന്തോ ന്യായം പറഞ്ഞത്, എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള ഇതുകൊണ്ടാണ്, എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടി എന്ന് പറഞ്ഞതുപോലെ. അവർ വലിയ താരമായില്ലേ? ഒറ്റ ദിവസം കൊണ്ട് അവർ ഇങ്ങനെ ഈ മാതിരി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുപാട് തട്ടിപ്പുകാരുണ്ട്. ഇങ്ങനെ ഈ മാതിരി ഒരു തട്ടിപ്പുകാരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഹെലെ ലിങ്ങിനെ കുറിച്ച് തോന്നുന്നത്. അവരെ ആരും ലോകത്ത് ഇന്നിപ്പോ അവർ വലിയ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാറായി. ഇന്ത്യയെ പോലെ എക്സിലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപമാനിക്കുന്ന ചോദ്യമല്ലേ? എന്താ അവർ പറഞ്ഞത്? അവർ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നോർവേ പോലുള്ള ഒരു രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യം ഉള്ളത്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് അതിന്റെ പൊസിഷൻ 157 ആണ്. സൂചികയിൽ ഇന്ത്യ 157-ാമതാണ്. ഞങ്ങളുടെ ഇവിടാണ് 1ാം സ്ഥാനം കിടക്കുന്നത്. എന്തടിസ്ഥാനത്തിലൊക്കെയാണ് ഇവർ ഈ പറയുന്നത്? ആരാ ഈ സൂചികയൊക്കെ നിശ്ചയിക്കുന്നത്? 56 ലക്ഷം രാജ്യവും 10,000-ഓളം ജേർണലിസ്റ്റുകളും ഉള്ള ഒരു രാജ്യവും 140 കോടിയിലധികം ജനങ്ങളും 1.5 ലക്ഷത്തിലധികം ജേർണലിസ്റ്റുകളും ഉള്ള ഒരു രാജ്യം തമ്മിലാണോ കമ്പയർ ചെയ്യുന്നത്? ഇതല്ലെങ്കിൽ തന്നെ ആരെ ഈ വിലയിരുത്തലുകളൊക്കെ നടത്തുന്നത്? ഈ മാതിരി ഫണ്ടിങ് ഏജൻസിയാണ്. ജോർജ് സോറോസിനെ പോലുള്ള ഫണ്ടിങ് ഏജൻസികളാണ് ഇതിനകത്തൊക്കെ ഉള്ള പാരാമീറ്റേഴ്സ് ഒക്കെ നിശ്ചയിക്കുന്നത്. അവരെവിടെ നിന്നോ ഇരുന്ന് അസസ് ചെയ്യുകയാണ്. വിലയിരുത്തൽ നടത്തിയ ശേഷം നോർവേ 1ാമത്, ഇന്ത്യ പിന്നെ 157-ാമത്, മറ്റോരോ രാജ്യങ്ങൾക്കും അങ്ങനെ മാർക്കിട്ട് കൊടുക്കുകയാണ് അവര്. എന്നിട്ട് നമ്മുടെ കുറച്ച് മാധ്യമങ്ങൾ ഇതിനെ ഏറ്റുപിടിക്കുകയാണ്. നമ്മുടെ കുറച്ച് മാധ്യമങ്ങൾ ഇതിനെ ഏറ്റുപിടിച്ചിട്ട് കുട്ടിക്കൊണ്ട് നടക്കുകയാണ്. നരേന്ദ്രമോദിയോടുള്ള വിരോധം, അദ്ദേഹത്തോടുള്ള വിരോധം എവിടെയൊക്കെ തീർക്കാമോ അതിനൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച് നടക്കുകയാണ്. പറഞ്ഞത് കറക്റ്റാണ്. ഈ ജോർജ് സോറോസിന്റെ ഇവന്മാർക്കൊക്കെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതെങ്കിലും സുസ്ഥിരമായിട്ട് ഒരു രാജ്യം പോകുന്നുണ്ടെങ്കിൽ, സ്റ്റേബിളായിട്ട് ഏതെങ്കിലും ഒരു രാജ്യം പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതാണ് അവന്മാരുടെ പരിപാടി. ഇഷ്ടംപോലെ പൈസ കയ്യിലിരിപ്പുണ്ട്.
അപ്പൊ ആരെങ്കിലും കോടാലിക്കൈയാകാൻ തയ്യാറാകുകയാണെങ്കിൽ അവർക്ക് ഫണ്ട് ചെയ്യുക. അതാണ് ഇവരുടെ പ്രധാന പരിപാടി. അതാണ്. നമ്മൾ നോർവേയെ കുറിച്ച് ഓർക്കുന്നില്ലേ? നോർവേയിലെ ബാലസിംഗം രാജീവ് ഗാന്ധിയെ കൊന്നു. ശ്രീപെരുമ്പത്തൂരിൽ അദ്ദേഹത്തെ എത്ര കഷ്ണങ്ങളായിട്ടാണ് ഈ തമിഴ് പുലികൾ കൊന്നത്. LTT എന്ന് പറയുന്ന തമിഴ് പുലികള് ഈ പത്രലേഖകന്മാരുടെയും ഒക്കെ വേഷം കെട്ടി ഒറ്റക്കണ്ണൻ ശിവരാജനും പാർട്ടികളും എല്ലാരും കൂടെ ചേർന്ന് ബെൽറ്റ് ബോംബായിട്ട് പൊട്ടിത്തെറിച്ച സംഭവം ഓർക്കുന്നില്ലേ? ശ്രീപെരുമ്പത്തൂരിൽ വളരെ ഇന്നസെന്റ് ആയിട്ട് അവിടെ പ്രസംഗിക്കാൻ പോയതാണ് അദ്ദേഹം. ആ അദ്ദേഹത്തിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് വണങ്ങുന്ന രൂപത്തിൽ നിന്ന് ആ ബെൽറ്റ് ബോംബ് പൊട്ടിത്തെറിച്ച് അന്നത്തെ കണക്ക് റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 16-20 കഷ്ണമായിട്ടാണ് രാജീവ് ഗാന്ധി പൊട്ടിച്ചെതറി പോയത് അല്ലേ? ആ കേസിലെ പ്രതിയായ ബാലസിംഗം ഒളിവിലിരുന്നത് ഇവിടെയാണ്, നോർവേയിലാണ് ഒളിവിലിരുന്നത് അല്ലേ? അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടില്ലേ? പിന്നെ കണ്ടില്ലേ? ഇവനെ അവിടെ നിന്നാണ് പിടിക്കുന്നത് പിന്നെ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ ഏത് ഭരണാധികാരി വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടെ ഇല്ലേ? രാജീവ് ഗാന്ധി വലിയ പ്രതീക്ഷയോടെ ലോകം കണ്ടതായിരുന്നു. ചെറുപ്പക്കാരനായിരുന്നു, വലിയ പ്രതീക്ഷയോടെ കണ്ടാണ്. അദ്ദേഹത്തെ ഈ അവസ്ഥയെ കൊണ്ടുവന്ന് എത്തിച്ചു. ഈ LTT അവര് നമുക്കറിയാം, തമിഴ് പുലികളെ വേലുപ്പിള്ള പ്രഭാകരനെ കൊന്നതിന്റെ വൈരാഗ്യമായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. അവിടെയാണ് പ്രജിത, നമ്മൾ പറഞ്ഞില്ലേ, അവിടെയാണ് ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ് ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുക. ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്നത്, അവിടെ വിജയുടെ മന്ത്രിസഭയിലെ കോൺഗ്രസ് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് 117 പേരുടെ പിന്തുണയുണ്ടായിരുന്നു. വിജയ്ക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിച്ചു. അങ്ങനെ മന്ത്രിസഭ ഉണ്ടാക്കി. ആദ്യം പിന്തുണ കൊടുത്തത് ആരായിരുന്നു? ഇവിടെ കോൺഗ്രസ് അല്ലേ പിന്തുണ കൊടുത്തത്? 5 അംഗങ്ങളുള്ള കോൺഗ്രസ് ആണ് പിന്തുണ കൊടുത്തത്. കോൺഗ്രസ് പിന്തുണ കൊടുത്ത ആ മന്ത്രിസഭ അതിനുശേഷമാണ് ADMK പിളർത്തുകയോ ഒക്കെ ചെയ്ത് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തു. ആ മന്ത്രിസഭയില് അന്നേ വരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൊണ്ട് ജയിച്ചു കയറിയ കോൺഗ്രസ് DMKയെ കാലുവാരിയില്ലേ? DMK കാലുവാരിയില്ല. അതല്ലേ സ്റ്റാലിൻ സങ്കടത്തോടുകൂടി പറഞ്ഞൊരു കാര്യം അതാണല്ലോ. എത്രയോ വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി കിടഞ്ഞു പരിശ്രമിക്കുകയും അവർക്ക് ലോക്സഭയിൽ 9 MLA-മാരെ കൊടുക്കുകയും നിയമസഭയിൽ 5 MLA-മാരെ ജയിപ്പിച്ചിട്ട് എല്ലാവരുടെ വോട്ടുകൊണ്ടാണ്. DMKയുടെ പിന്തുണയില്ലാതെ കോൺഗ്രസ് എത്രയോ വർഷമായി. 1967 ശേഷം കോൺഗ്രസ് ആ രാജ്യത്തില്ലല്ലോ, ആ സംസ്ഥാനത്തില്ലല്ലോ. തമിഴ്നാട്ടിൽ കോൺഗ്രസ് 10 വത്സരത്തിന്റെ മന്ത്രിസഭയ്ക്ക് ശേഷം അവിടെ കോൺഗ്രസ് ഇല്ല. പിന്നെ ദ്രാവിഡ കക്ഷികളാണ് ഭരിച്ചത്. അവിടത്തേക്ക് ഇതാ കോൺഗ്രസിന്റെ 2 MLA-മാര് മന്ത്രിമാരായിട്ട് വരികയാണ്. 2 പേര് മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ഇതാണ് കോൺഗ്രസ് അഭിമാനിക്കുക. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം 67 ശേഷം ഇതാ 2 പേര് ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ, സൗത്ത് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന ഭരണത്തിന്റെ അവരുടെ 4ാമത്തെ സംസ്ഥാനത്ത് ഭരണ പങ്കാളിത്തത്തിൽ വരുന്നൊക്കെ അഭിമാനിക്കുക. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? DMK നഷ്ടപ്പെട്ടുകൊണ്ട് 22 MP-മാരങ്ങ് പോയില്ലേ? ഇന്ത്യ മുന്നണിയുടെ ശക്തമായ സഖ്യമായിട്ട് നിന്ന DMKയുടെ 22 MP-മാര് മാറി. കഴിഞ്ഞ ദിവസം കനിമൊഴി എടുത്ത് കത്ത് കൊടുത്തില്ല പാർലമെന്റ്, ഞങ്ങളൊക്കെ സെപ്പറേറ്റ് ബ്ലോക്ക് വേണം, ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇരിക്കുന്നില്ല, ഞങ്ങൾ 22 പേര് മാറിയിരിക്കുകയാണെന്നാണ്. പൊതുവെ അതല്ലോ, കേവല ഭൂരിപക്ഷം ഇല്ലാതെ പോകുന്ന മന്ത്രിസഭ BJPക്ക് വലിയ കക്ഷിയാണെങ്കിലും അവർക്ക് ഭൂരിപക്ഷം മറ്റു 2 സഖ്യകക്ഷികൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ത്യ മുന്നണിയിലെ ഈ വലിയ പിളർപ്പ്. രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ വിജയ് LTT-നെ പ്രകീർത്തിച്ചതുപോലെ തന്നെയായിരുന്നു വോട്ട് ചോദിക്കുന്ന സമയത്ത് ജീസസ് ക്രൈസ്റ്റിന്റെ പടം പിടിച്ചുകൊണ്ട് ഇതുവരെ രാജ്യത്ത് നടന്നിട്ടില്ലാത്ത രീതിയിൽ ഒരു വോട്ട് പിടുത്തം കൂടി നടന്നിട്ടുണ്ട്. അദ്ദേഹം ദേവാലയത്തിൽ പോകുന്നു, മുട്ടിൽ നീന്തുന്നു, ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നിസ്സാരമായിട്ട് നമുക്ക് കാണാനും കഴിയില്ല. കാണത്തില്ല, ഇതൊക്കെ പ്ലാൻഡ് ആണ്. നമ്മളിപ്പോ നോർവേയിലെ ഏറ്റവും ഒടുവിൽ വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് സാർ. ഈ നോർവീജിയൻ മാധ്യമ പ്രവർത്തക രാഹുൽ ഗാന്ധിയുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് അനുമതി ചോദിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്തും ചെയ്യും. കാരണം അതാണ് നമ്മൾ ഇതിനെല്ലാം കൂട്ടി വായിക്കണമെന്ന് പറയുന്നത്. നോർവേ, അതേപോലെ വിജയ് എന്തിനാണ് പ്രതികരിച്ചത്? സ്വന്തം അച്ഛനെ കൊന്ന പാർട്ടിയാണ് അല്ലെ? അച്ഛനെ കൊന്ന LTTക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടൊരു ഐക്യവും അവിടെ വലിയ ചരിത്ര സംഭവമാണെന്നൊക്കെയാണ് വിജയുടെ പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. വിജയ് എന്താണ് അവസാനങ്ങളിൽ പോസ്റ്റുകളിലൊക്കെ പറയുന്നത്? LTTയെ വേലുപ്പിള്ള പ്രഭാകരനെയൊക്കെ പ്രകീർത്തിക്കുകയാണ് അല്ലേ? അതിന്റെ പേരിലാണല്ലോ രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്. ആ രാജ്യം രക്ഷിക്കുന്നതിനായിട്ട് അദ്ദേഹം പട്ടാളത്തെ അയച്ചു. ഇവരെ ഈ കാടുകളിൽ നിന്ന്, ശ്രീലങ്കയുടെ
കടൽ തീരത്തോടെ ചേർന്ന കാടുകളിൽ നിന്ന് LTT എന്ന നീക്കം അവസാനിപ്പിച്ചതാണ്. പക്ഷേ ആ ഭീകര സംഘടനകൾക്ക് വേരുണ്ട് ഇപ്പോഴും. തമിഴ്നാടിന്റെ ചില കോസ്റ്റൽ ഏരിയയിലൊക്കെ അവർക്കുണ്ട്. വേലിപ്പിള്ള പ്രഭാകരന്റെ ചിത്രം വെച്ച് ചില പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ അവിടെ നടക്കുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നത്. അതിനെ പിന്തുണയ്ക്കുകയാണ് വിജയ്. ആലോചിച്ച് നോക്കുക. ആ വിജയുടെ മന്ത്രിസഭയിലേക്ക് കോൺഗ്രസ് കയറുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്ത് അതിനകത്തിലെ പ്രതിയായ ബാലസിംഗൻ നോർവേയിൽ ഒളിച്ചിരിക്കുന്നു. ബാലസിംഗത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്ന ജോർജ് സോറോസ് ഇന്ത്യയിലും ലോകത്തും പല ഫണ്ടിങ് ഏജൻസികളാണ് മതപരിവർത്തന ഗ്രൂപ്പുകൾ സജീവമാക്കുന്നു. ഈ കണക്ഷൻസ് എല്ലാം നോക്കുക. നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്തില് വലിയ സംശയം നിലനിൽക്കുന്നത്. അത് തന്നെയല്ല, ഈ സ്ത്രീ അപമാനിക്കുക മാത്രമല്ല, ഇന്നിപ്പോ അവിടുത്തെ നോർവീജിയൻ പത്രം ചെയ്തിരിക്കുന്ന പട കണ്ടില്ലേ? മോദിയെ ഇന്ത്യയെ വീണ്ടും പഴയ പാമ്പാട്ടികളുടെ രാജ്യമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ എന്ന് അവിടുത്തെ നോർവീജിയൻ പത്രം ഇറക്കിയിട്ടുണ്ട്. നമ്മളെ പഴയ ബ്രിട്ടീഷുകാരെ നമ്മളെ അങ്ങനെയാണല്ലോ കളിയാക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊളോണിയൽ രാജ്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെ കളിയാക്കുന്നത്. നമ്മൾ പാമ്പാട്ടികളുടെ രാജ്യമാണെന്ന് പറയും. മകുടി ഊതിക്കൊണ്ടിരിക്കുന്ന ഒരു കർഷകനെ, ഒരു മനുഷ്യനെ, തലക്കെട്ടുകാരൻ മനുഷ്യനും അതിന്റെ മുമ്പിൽ മകുടിയുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്ന ഒരു പാമ്പിന്റെ ചിത്രം. ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പഴയ സങ്കല്പം. ഇതാണ് ഉടൻ തന്നെ ഈ ഐക്കൺ അവർ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ രാജ്യം എവിടെ എല്ലാം മാറി. നമ്മളിന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ പോവുകയാണ്. എന്നിട്ട് ഇവന്മാർക്ക് സഹിക്കാതെ വന്നതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ കളിയാക്കുന്ന മട്ടിലാണ്. അതേപോലെ തന്നെ നൃത്തം വയ്ക്കുന്ന മറ്റേ ഒരു ഇതിന്റെ മുമ്പില് ഈ പെട്രോൾ പമ്പിലൊക്കെ ഇതടിക്കുന്ന ഇതുണ്ടല്ലോ, ആ നോബ്, അതുപോലത്തെ ഒരു സാധനം പൈപ്പിന്റെ രൂപത്തിലൊക്കെ ചിത്രീകരിച്ച് അതിശക്തമായിട്ട് ആക്ഷേപിക്കുകയാണ് നമ്മളെ രൂക്ഷമായിട്ട് രൂക്ഷം എന്ന് പറയാനൊക്കത്തില്ല, അതിനെന്തായാലും പറയാം, നിശ്ചിതമായിട്ട് കളിയാക്കുന്ന രീതിയിലാണ് ആ പത്രം കാർട്ടൂൺ ഇറക്കിയിരിക്കുന്നത്. മര്യാദയാണോ കാണിച്ചത്? മര്യാദകേടന്റെ അങ്ങേ അറ്റമല്ലേ? ഇതിന് പറയേണ്ട വാക്കുകൾ ഇങ്ങനൊന്നും അല്ല, അല്ലേ? എന്നിട്ട് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? അദ്ദേഹം ബുദ്ധിമാനായിരുന്നു, പക്ഷെ അദ്ദേഹം അല്പം അലോസരപ്പെടുത്തുന്ന ആളാണെന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബുദ്ധിമാനാണ്, പക്ഷെ ആരെ അലോസരപ്പെടുത്തുന്നു? ഇവരെയോ? അതോ ജോർജ് സോറോസ് പോലെയുള്ള ഫണ്ടിങ് ഏജൻസികളെയോ? അല്ലെങ്കിൽ ഈ മാതിരി തീവ്രവാദ പ്രവർത്തനത്തിനും മതപരിവർത്തനത്തിനും പണവുമായിട്ട് നടക്കുന്നവരെയോ? ആരെ അലോസരപ്പെടുന്നതാണ്? അപ്പൊ അതാണ്, തലേ ദിവസം ലേഖിക ചോദ്യം ചെയ്യാൻ ശ്രമിക്കുക, പിറ്റേ ദിവസം പത്രം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക, എന്നിട്ട് ഞങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 1ാം സ്ഥാനത്താണെന്ന് പറയുക. പക്ഷെ കൃത്യമായിട്ട് നമ്മുടെ പ്രതിനിധി മറുപടി കൊടുത്തോട്ട്. മലയാളിയാണ്, പാലക്കാരൻ സിബി ജോർജ് അന്നേരം തന്നെ മറുപടി കൊടുത്തു. അദ്ദേഹം മിനിസ്ട്രിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കൃത്യമായിട്ട് മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊന്നും അല്ല ന്യായം. നിങ്ങൾ പറയുന്നതല്ല, ലോകരാജ്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്ഥാനം എന്താണെന്നുള്ളത് ചരിത്രം എടുത്ത് വായിക്കാനാണ് പറയുന്നത്. നിങ്ങളത് വായിച്ചു നോക്ക്, ഇപ്പോഴത്തെ സമീപകാല ചരിത്രം പഠിച്ചു നോക്കുക, നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അദ്ദേഹം മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ അക്കൗണ്ടും പൂട്ടിച്ചു കേട്ടോ. ഈ പറയുന്ന വിദേശ ലേഖയുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞില്ലേ, ആകപ്പാടെ നാമമാത്രമായ അക്കൗണ്ട് ഉണ്ടായിരുന്നവളാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അക്കൗണ്ടുകളെല്ലാം പ്രയോഗിപ്പിച്ചു. എന്നിട്ട് മെറ്റയോട് ഇപ്പൊ ഒരു വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അവരെല്ലാം ഇപ്പം കൈയഴിയിട്ട് നമുക്ക് പറഞ്ഞില്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ലോകത്താരുടെ അല്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന പോലെയുള്ള ഒരു ചെറിയ ചീള് കേസാണ് ഇവര്. തിരുവനന്തപുരംകാരുടെ ഭാഷയിൽ പറഞ്ഞ അവർ വെറും ചീള് കേസ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുക. അനാവശ്യ ചോദ്യങ്ങൾ പോട്ടെ, ജേർണലിസ്റ്റ് എന്നുള്ള ചോദ്യമായിരുന്നെങ്കിൽ നമുക്കത് ക്ഷമിക്കാമായിരുന്നു. അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അതിന് ശേഷം പിറ്റേ ദിവസം പത്രം കാർട്ടൂൺ തയ്യാറാക്കി വിടുക. സംഘടിതമായിരുന്നത് നമ്മുടെ ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷണം പറഞ്ഞ് സംഘടിതമായിട്ട് ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടി ഒരു മനഃപൂർവ്വം ചെയ്തു വെച്ചൊരു കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ തമിഴ്നാട് കണക്ഷൻ, ഈ പറയുന്ന നോർവേ അപമാനം, അതേപോലെ തന്നെ ജോർജ് സോറോസ്, അതേപോലെ തന്നെയാണ് ഇപ്പൊ തമിഴ്നാട്ടിലെ അപമാനം. ഇന്നാണ് സത്യപ്രതിജ്ഞ ഞാൻ പോയിട്ടോ, 2 കോൺഗ്രസ് എംഎൽഎമാരിന്ന് വിജയ് മിനിസ്ട്രിയുടെ മന്ത്രിസഭയിൽ കയറുകയാണ്. ഇതിനെല്ലാം കണക്ഷൻ വരും. എന്തായാലും പ്രധാനമന്ത്രികൾ അന്വേഷിക്കും. ഒരേ മോശക്കാരൊന്നും അല്ലല്ലോ. പ്രധാനമന്ത്രി അമിത്ഷാ ഈ കാര്യങ്ങൾ അന്വേഷണം നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്.